ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മള് ഒരു എന്താ പറയണേ, തിരുവനന്തപുരത്തിന്റെ ശിവകാശി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അങ്ങോട്ട് നോക്കിയാണ് മൊത്തം അങ്ങോട്ട് നോക്ക്, മൊത്തം ഈ പടക്കിന്റെ ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കടയും പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളും. ഫ്ലക്സ് ആണെങ്കിൽ ഒരു പിടി ഫ്ലക്സ് ആണ് എല്ലായിടത്തും. ദീപാവലി പ്രമാണിച്ച് ഒന്ന് കുറച്ച് പടക്കങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് യഥാർത്ഥ ശിവകാശി പോലത്തെ സ്ഥലം തന്നെയാണ് കേട്ടോ. മൊത്തം പടക്ക് കടയും പടക്ക് നിർമ്മാണ കേന്ദ്രങ്ങളുമാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തമ്പുരാൻ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ഫയർ വർക്ക്സ് ഷോപ്പിലാണ് കേട്ടോ. അതായത് അവിടെ പടക്ക നിർമ്മാണം ഉണ്ട്. അപ്പം അവിടുത്തെ പടക്ക് നിർമ്മാണം എങ്ങനെയാണ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് ഈ സാധനം നമ്മളെ കൈകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിൽ ബാക്കി കാണാം. നമ്മളങ്ങനെ ഫാക്ടറിയുടെ അടുത്ത് തിരികെയാണ്. നമ്മൾ ആദ്യം കടയിൽ പോയി അവിടെ നിന്ന് ഫാക്ടറിയിൽ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. ഫാക്ടറിയിലോട്ടാണ് കയറുന്നത്. മൊത്തം കരിമരുന്നാണേ. ഗൈസ്, നമ്മളെ ആദ്യം കാണാൻ പോണത് ഈ ഓലപ്പടക്കം ഉണ്ടാക്കാൻ എങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പനയോല. ഹായ് ചേച്ചി. ഹായ്. എന്താണ് പരിപാടി? ഇത് പലതായിട്ട് തിരിക്കും, പല സൈസാണ് അല്ലേ ഇത്? ഓ ഓ ഓക്കെ. ഇത് ചെറുത്, ഇതാ. ഓ മാല. അതാണ്ട് മാലപ്പടക്കം, അതിനുള്ള മാല. ആ ആ ഓല. ഓ പിന്നെ ഇത് ഓ ഓക്കെ. പല സൈസിനുള്ള സാധനം. ഓക്കെ 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 ഓക്കെ. പനയോല കീറി അതായത് സോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഓരോ പടക്കിന് ഓരോ സൈസ് ഉണ്ടല്ലോ, ആ സൈസ് അനുസരിച്ച് തന്നെ സോർട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് കീറിയതാണ് കേട്ടോ. ഇത് കീറാനുള്ളത് മൊത്തം പനയോലയിലാണ് ഈ സംഭവം ഉണ്ടാക്കണം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് എങ്ങനെ ഓലപ്പടക്കാക്കണം എന്നുള്ളത് കാണാൻ പോവാം. അതെവിടെയാണ് ചേച്ചി? അപ്പുറത്താ? ആ അപ്പുറത്ത്. ബാ കമാൻ. ആദ്യം ഒരു ഓല എടുത്ത് അതിനകത്തൊരു പേപ്പർ വെച്ച് അതിലേക്കൊരു തിരിയും വെച്ച് ജസ്റ്റ് ഒരു മടക്കി അതിനകത്ത് ഇടുന്ന ആ മരുന്നിനൊരളവുണ്ട്, ഒരു ചെറിയ സ്പൂണുണ്ട്. ആ സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഓരോ പടക്കിനും ഓരോ സ്പൂണായിരിക്കും. സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ അളവ് വരുന്നത്. ഇത് വലിയ പടക്കാണ്, ചെറുതാണ്? വലുത്. ഏറ്റവും വലുത് തൊട്ട് താഴെ. ഏറ്റവും വലുത് റോയൽ എന്ന് പറയുന്നത്. അല്ലാതെ സാധോലയാണ് പറയുന്നത്. അതായത് ഈ പനയോല വശങ്ങളിലുള്ള ഓല എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഇടുന്ന മരുന്നിന് ഒരു അളവുണ്ടല്ലേ? ഓരോ ഐറ്റത്തിനും ചെറിയ പടക്കിന് ചെറുതിടും, ഇതിന് വലുത്. ഓ, അതിന് സ്പൂണിന്റെ സൈസാണ് ഈ കാണുന്നത്. അത് സ്പൂൺ മാറുന്നുണ്ട്. ഇരിക്കുന്നുണ്ട്. അതെല്ലാം ഇതിലൊക്കെ ഇടുന്ന സ്പൂണുകളാണ്. അത് വലുതിന്, പിന്നെ ചെറുതിന് ചെറിയ സ്പൂണും. ഓ അങ്ങനെ. ഗൈസ്, ഈ കാണുന്നുണ്ടോ? ഇത് ഓരോ മരുന്നിടുന്ന സ്പൂണാണ് ഓരോ പടക്കത്തിൽ. ഇത് ഏറ്റവും ചെറിയ പടക്കത്തിലിടുന്ന സ്പൂണാണ്. ഇത് ഏറ്റവും വലുതിലിടുന്നത്. ഇതിൻ്റെ ഇടത്തരമുള്ളതൊക്കെ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ചേച്ചി ചെയ്തുകൊണ്ടിരുന്ന പടക്കത്തിൻ്റെ സ്പൂണാണ് കേട്ടോ. ഈ അളവിൽ ഇതിനകത്ത് കൊള്ളുന്ന അളവ് മാത്രമേ ആ പടക്കത്തിലിടാവൂ. അതുകൊണ്ട് ഈ കാണുന്നതാണ് പടക്കം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ പടക്കത്തിൽ. ഈ പടക്കത്തിലിടുന്ന മരുന്നിൻ്റെ അളവിൻ്റെ സ്പൂണാണ്. ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാം. ചേച്ചി പണി എന്താണെന്ന് തന്നതാണ്. എന്താ ചേച്ചിയുടെ പേരെന്താ? സുനിത. എത്ര പടക്കം വരെ ഉണ്ടാക്കും ഒരു ദിവസം? കുഞ്ഞു പടക്കമാണെങ്കിൽ ഏറ്റവും മീഡിയമാണെങ്കിൽ 2000, 2500, 3000 വരെയൊക്കെ പോകും രാവിലെ വരാമെങ്കിൽ. അതിൽ താഴെ നിൽക്കും. എത്ര മണിയുടെ ജോലി? ഇവിടെ അങ്ങനെയില്ല, ഇരുട്ടുന്നേരം ഇരിക്കാം. ഓരോരുത്തരും സൗകര്യം അനുസരിച്ച് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ചെയ്തിട്ട് പോവാം അല്ലേ? ഓക്കെ. ചെയ്യുന്നതിനാണോ പൈസ? എണ്ണത്തിനാണോ പൈസ? അതിനാണ് നമ്മൾ ഇങ്ങനെ ബസ്സിൽ പിടിക്കുന്നത്. ഹാർഡ് വർക്ക് ആയിട്ടുള്ള സുനിത ചേച്ചിയാണ് കേട്ടാ. ചേച്ചി ഇപ്പോൾ ഉണ്ടാക്കിയ പടക്കിൻ്റെ സൈസാണ്. ഇതൊരു മീഡിയം സൈസാണ്. ഇതിൻ്റെയും വലുതുണ്ട്, ഇതിൻ്റെയും ചെറുതുണ്ട്, ഇടത്തരമുണ്ട്, അങ്ങനെ പല സൈസിലുള്ളതുണ്ട്. ഇപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത്. അകത്ത് വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അകത്തൂടെ പോയി നോക്കാം. അത് മാലപ്പടക്കം ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ട്. അതവിടെ മാലപ്പടക്കം. എവിടെ മാലപ്പടക്കം ഉണ്ടാക്കുന്നതാണ് അകത്ത് കാണുന്നത്. അതിൻ്റെ പടക്കം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ചെറിയ മടക്കാണ്. ചെറിയ സ്പൂണ്, ചെറിയ മടക്ക്. ഇനി ഇത് കയറി ചുറ്റി എടുക്കൂ. ചെറിയ പടക്കാണ്.
മാലപ്പടക്കം നമ്മൾ നേരത്തെ കണ്ട പടക്കനെക്കാട്ടിയും ചെറുതാണ്. ഇത് കണ്ട, ഇത് മാലപ്പടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ കയറിൽ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി എടുക്കും. അങ്ങനെ എടുക്കുമ്പോഴാണ് ഇത് മാലപ്പടക്കമായിട്ട് കിട്ടുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ 50 മുതൽ 1000 വേണമെങ്കിലും നമുക്ക് കെട്ടിയെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ 10,000 വേണമെങ്കിലും കെട്ടിയെടുക്കാം. അത്ര നീളം വരുമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് മീഡിയത്തിൽ വലുത് പടക്ക കേട്ടോ. ഇതിവിടെ ഉണ്ടാക്കിയിട്ടിരുന്നതാണ്. ഓ, ഇതിന്റെ വലുതാണ് വെളിയിൽ ഉണ്ടാക്കിയിട്ടിരുന്നത് തന്നെ. നമ്മൾ അതിന്റെ വലുതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു കുടിൽ വ്യവസായമാണ് സംഭവം. പക്ഷേ എല്ലാ ദിവസവും വർക്കുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ഈ ദീപാവലി സീസൺ മാത്രമായിട്ടുള്ള പരിപാടിയാണ്. നല്ല അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ എല്ലാ പ്രാവശ്യം എല്ലാ 365 ഡേയ്സ് 365x1 എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ ദിവസവും ഉള്ള വർക്കുള്ള ഒരു പരിപാടിയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ കമ്പം നിറയ്ക്കുന്നതാണ് കേട്ടോ. കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ പോയി പൂത്തിരി പോലെ പൊട്ടിത്തെറിക്കത്തില്ലേ, ആ സാധനം നിറയ്ക്കുന്നതാണ്. അതുണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ബോട്ടിൽ പോലത്തെ സംഭവം എടുത്തിട്ട് അതിൽ തിരി നിറച്ച് അതിനകത്ത് നമ്മൾ കുറച്ച് മരുന്ന് നിറച്ചാണ് ഇനി ചെയ്യുന്നത്. തീ അടിക്കുമ്പോൾ ഇതിൽ തീ കിട്ടണം. ഈ പീസിൽ തീ കിട്ടിയാലേ എങ്കിലേ അത് ബാക്കി മണ്ട എത്തുമ്പോഴത്തേക്ക് ആ പീസ് കത്തി തീരും, പൊട്ടും. ഗൈസ്, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പം നിറയ്ക്കുന്നതാണ്. ഇത് ഓരോന്നും ഓരോ കളറും പല തരത്തിലുള്ളതുമുണ്ട്. മഞ്ഞ, പച്ച, മിക്സ്, ഇങ്ങനെ പല കളറിലുള്ള സാധനങ്ങളാണ്. ആദ്യം കരിമരുന്ന് വെയിറ്റ് നോക്കി അതിനകത്ത് നിറച്ചിട്ട് ഒരു ചെറിയൊരു ബോളുണ്ടല്ലോ, ആ ബോൾ എടുത്ത് അതിനകത്ത്, അതും കരിമരുന്ന് തന്നെയല്ലേ ചേട്ടാ മൊത്തത്തിൽ നിറച്ചാൽ നേരത്തെ നിങ്ങൾ വർണ്ണങ്ങളെല്ലാം നേരത്തെ ചെയ്ത് വയ്ക്കുന്നതാണ്. ഇത് നിങ്ങളിവിടെ ചെയ്യണതാണ് അതോ വാങ്ങിക്കുന്നതാണ്? ഏതാണ് ഇങ്ങനെ ഈ ഉണ്ട? ഇല്ല, ഇതെല്ലാം നമ്മൾ റെഡിയാണ്. ഇത് ബോൾ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ആണല്ലേ? അതിനെ വാങ്ങിച്ച് നിറച്ചിട്ട് നമ്മളതിന് പേപ്പർ ഒട്ടിക്കും. ഓഹോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഐസ്ക്രീം ബോൾ പോലത്തെ ബോൾ. ഓ, അതിനകത്ത് ഇതിന് സൈസായ ബോള് പീസ് വയ്ക്കാനുള്ള ഹോളെല്ലാം ഇട്ട് വരും. ഈ കാണുന്നതും ഒരു തരം പടക്കാണ്. പടക്കല്ല, പൂത്തിരി പോലത്തെ സാധനം. എൻ്റെ മേളിൽ പോയി പൊട്ടുന്ന സാധനം. കമ്പം എന്നല്ലേ ഇനി പറയണേ? ഇതിൻ്റെ പുറത്ത് കളർ പേപ്പർ പൊട്ടിക്കോ അതോ നാടൻ? ഇതാണ് ചില കൂടുതൽ. അതാണല്ലേ കളർ പേപ്പർ ഒട്ടിക്കുക, വരവെന്നും പറഞ്ഞേ, വരവൊക്കെ കംപ്ലൈൻറ്റ് അല്ലേ? ഓ, അങ്ങനെ. ഇതാകുമ്പോൾ നമ്മൾ റെഡിയാക്കണ. ഇത് ഇവിടെ ഇപ്പം മാർക്കറ്റിൽ എത്രയാണ് ഒരെണ്ണം വാങ്ങിയത്? ഇതൊരെണ്ണം ഇത് 150. ഇതിൻ്റെ വലുത് അത് 250 ഉണ്ട്. ഇത് ഏറ്റവും വലുത് 300. ഗൈസ്, നമ്മളങ്ങനെ പടക്ക നിർമ്മാണമൊക്കെ കണ്ടിട്ട് ഇവരുടെ തന്നെ 2 ഔട്ട്ലെറ്റ് ഉണ്ട്. അതിലൊരു ഔട്ട്ലെറ്റ് ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങളാണെന്ന് കൂടെ നോക്കാം. കമ്പിത്തിരിയൊക്കെ ഇവിടെ ഉണ്ടാക്കണം ചേട്ടാ? ഇല്ല, അതൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാണ്. പൂക്കുറ്റി, പടക്ക്, മറ്റേ ടടാ പൊട്ടുന്ന സാധനം. ഓ, എല്ലാം ഇവിടെ ഉണ്ടാകും. പിന്നെ ഈ ഷോട്ടുകളെല്ലാം മയില്. അതും ഇവിടെ തന്നെ ഉണ്ടാകണം. അതെന്താ സാധനം? ഇത് പൂക്കുറ്റിയാണ്. ഓക്കെ, കളറുള്ള പൂക്കുറ്റി. പാക്കറ്റ് വേണോ? ഇത് പാക്കറ്റ് എങ്ങനെയാണ് വില? പാക്കറ്റ് 180. അതാ. ഗൈസ്, അപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. എല്ലാം കൂടെ 500 രൂപ താഴെ ആയിട്ടുള്ളൂ. ചേട്ടാ, നിങ്ങൾ കടകൾക്ക് സാധനം സപ്ലൈ ചെയ്യും? സപ്ലൈ ചെയ്യും. ഹോൾസെയിലുണ്ട്. അത് ഇവിടെയാണോ അതാ നമ്മളെ മെയിൻ കടയിൽ? ഇവരുടെ വേറൊരു ഔട്ട്ലെറ്റ് കൂടെ ഉണ്ട് മേളിൽ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അതായത് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീടിനടുത്തൊന്ന് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇവിടുത്തെ പോലത്തെ സ്ഥലങ്ങളിൽ വന്ന് എടുക്കുക. നമുക്ക് അത്യാവശ്യം മാർജിനിൽ സാധനം കിട്ടും. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇതുകൂടെ കണ്ടിട്ട് പോകാം. ഗൈസ്, ഈ കാണുന്നതാണ് അവരുടെ വലിയ കട കേട്ടോ. തമ്പുരാൻ ഫയർ വർക്ക്സ്, ആലമ്പാറ, നന്ദിയോട്. ഇവിടെ അത്രയും സ്റ്റോക്കാണ്, കംപ്ലീറ്റ് സ്റ്റോക്കാണ്.
ഗൈസ് ഇതാണ് നമ്മുടെ അക്ഷയ് ബ്രോ. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുള്ളിയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുള്ളിയെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനുള്ള സാധനം ഇവിടെ നിന്ന് അവൈലബിൾ ആക്കും. അത് മാക്സിമം റേറ്റ് ഉള്ളൂ. ഇദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഇദ്ദേഹമാണ് നമുക്ക് ആ സ്ഥലം എല്ലാം നമുക്ക് കാണാനായിട്ട് സൗകര്യം ഒരുക്കി തന്നത്. അപ്പം നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി കാണാം. പുള്ളിയെ വിളിച്ചാൽ മതി, എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയെ വിളിച്ചാൽ മതി. അപ്പം നമ്മൾ അവിടെ നിന്ന് കാഴ്ചകളെ കണ്ടിട്ട് ഇറങ്ങി. അപ്പം ഈ ഏരിയയിൽ ഏകദേശം 25ഓളം എന്താണ് ചെറുകിടമായിട്ട് പടക്ക നിർമ്മാണശാലകളുണ്ട്. അത് കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ 1-2 കാണുള്ളൂ എന്ന് വിശ്വസിച്ചു. പക്ഷേ അല്ല, 25ഓളം ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ മനസ്സിലായതാണ്. അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ലേഡീസാണ്, ലേഡീസ് സ്റ്റാഫാണ്. ലേഡീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ വീട്ടമ്മമാരുണ്ടല്ലോ, അവരാണ് വന്നിരുന്ന് പടക്കമൊക്കെ ഉണ്ടാക്കണം. അവരുമായിട്ട് സംസാരിച്ചപ്പം അവർ ഏകദേശം ഒരു ദിവസം 3000 പടക്കം വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. 3000, 4000 ഒക്കെ. പക്ഷെ ഓരോ പീസിനനുസരിച്ചാണ് പൈസയൊക്കെ കിട്ടുന്നത്. ചെറിയ പൈസയാണ്. എന്നിരുന്നാൽ കൂടി അവർ കാലങ്ങളായിട്ട് ഈ ജോലിയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അറിവുകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, നിങ്ങൾക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക. ഓക്കെ, ബൈ ബൈ, സീ യു.